കഴിഞ്ഞ ആഴ്ച പറ്റുകാശ് പോലും ആ കോൺട്രാക്ട് തന്നിട്ടില്ല. സ്കൂൾ തുറക്കാൻ പോവാം, പിള്ളേർക്കാണ് ബുക്കും പുസ്തകം മേടിച്ചത്. അങ്ങനെ പൈസ തീർത്തുകയായിരുന്നു. ഇങ്ങനെ പോയാൽ എങ്ങനെയാവും? 5-6 ലോൺ അടയ്ക്കാനുള്ള ആ പൈസ പുള്ളി തരുമായിരുന്നെങ്കിലോ? പുള്ളി നമുക്ക് പണി തരത്തില്ല. ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. എന്തുവാണല്ലോ എന്തോ നമ്മളെ കാര്യങ്ങൾ നടക്കണ്ടേ? എടാ മക്കളെ പണിയുണ്ടോടാ? ഉണ്ട് ശേഷടാ. അവനെന്തേ കിടക്കാൻ? ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പോലെ വാഴ വെച്ചിരുന്നെങ്കിൽ ഒരു പഴമെങ്കിലും തിന്നായിരുന്നു. ആ വണ്ടി ഒന്ന് വേടാ അവൻ കിടന്ന് മരത്ത് കിടന്ന് ഉറങ്ങുക. ഇങ്ങോട്ട് എഴുന്നേക്കടാ. എന്താ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. മനുഷ്യന് വേറെ പണിയൊന്നും എന്താ ഒന്ന് ഉറങ്ങട്ടെ നല്ല ചെന്നല ഉറങ്ങിപ്പോ 2:30 അതെന്താ രാത്രി നീ വല്ല പണിക്കൊല്ലം പോവാണ്ട? കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ച് ജംഗ്ഷനൊക്കെ ഗുഡ്നൈറ്റ് ആയിട്ടുണ്ട്. എല്ലാം അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 2:30-3 മണിയായി. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോടാ. മറ്റുള്ള പിള്ളേരൊക്കെ പണിക്ക് പോകുന്നു. അവന് വീടിന് ഒരു ഗുണവുമില്ല. അവന് കടന്ന് ഉറക്കം മാത്രം. ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ തിന്ന് മുടിക്കാൻ വേണ്ടി വേണ്ട ഒരുത്തിന് ഇരിക്കുന്നു. അവനും അവൻ്റെ ഓരോ കൂട്ടുകാരും ഒരു കോണായിരുന്ന കുറവന്മാരും 24 മണിക്ക് ഫോണുമായിട്ട് ഇരുന്നോളൂ. സുഹൃത്തേ, എടാ സുഹൃത്തേ, എത്ര ദിവസം ഞാൻ പറയുന്നത് ചുമ്മാ നടക്കുക നിന്നേക്കം. ആ മനു ആയിരുന്നു സുഹൃത്തെന്തേ? ആണ് ചുമ്മാ കിടന്ന് ഉറങ്ങുന്നത്. നീ അവനെ പണിക്കുവെല്ലാം കൊണ്ടുവന്നാണോ എന്നെ മുടിപ്പിക്കാൻ വേണ്ടി? ഒരു ഗുണവുമില്ല ഒരുത്തിനെ കൊണ്ട്. എന്തിനാ വെറുതെ ഇവനൊക്കെ നടക്കുന്നത്? മനു അവനെ വല്ല ഗുണദോഷിക്കാൻ മേലേ? ഞാനെങ്ങനെ അവനെ ഗുണദോഷിക്കാൻ? ഞാൻ പണിക്ക് പോകുന്നില്ല. അപ്പൊ നീയൊക്കെ ചുമ്മാ ഇങ്ങനെ തെന്നിത്തിരിഞ്ഞ് നടക്കുക. ഇനി ആരെ പിന്നെ എന്തിനാ ഇറങ്ങിയത്? അച്ഛൻ്റെ ഈ മാസത്തെ പെൻഷൻ വന്നിട്ടുണ്ട്. അത് ATM നിന്ന് എടുക്കാൻ പോവാ. അത് കിട്ടിക്കഴിഞ്ഞ ഈ മാസത്തെ കാര്യം കുശാലായി. നീയൊക്കെയല്ലേ അവന്റെ കൂട്ട്. പിന്നെ എങ്ങനെ ശരിയാകാനാ? അച്ഛനെ അമ്മയൊക്കെ ഊമ്പിച്ച് എത്ര നാൾ നീയൊക്കെ ഇങ്ങനെ ജീവിക്കൂടാ? ഒരു ഗുണമില്ലാത്ത ഓരോരുത്തന്മാര് എന്ത് ചെയ്യാനാ? അക്കിക്കൊത്ത ശങ്കരൻ.